ഓക്കെ, നമ്മുടെ ടോപ്പിക്ക് കാറ്റഗറീസ് ഓഫ് നെറ്റ്വർക്കാണ്. കാറ്റഗറീസ് ഓഫ് നെറ്റ്വർക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. 3 കാറ്റഗറീസാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തേത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, രണ്ടാമത്തേത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ എന്ന് പറയും, മൂന്നാമത്തേത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ മാൻ എന്ന് പറയും, MAN. ഇപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിലുള്ളതുപോലെ തന്നെ അത് ലോക്കലാണ്. ഒരു ചെറിയ ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ കവറേജ് ഉണ്ടാവുള്ളൂ, അതിനാണ് ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ ഈസ് യൂഷ്വലി പ്രൈവറ്റ്ലി ഓൺ. സാധാരണ അതൊരു പ്രൈവറ്റ് ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കോളേജ് സ്വന്തമായിട്ട് നമ്മുടെ ഇൻറ്റീരിയർ ആയിട്ടുള്ള യൂസിന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജിലുള്ള കമ്പ്യൂട്ടറുകളെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ലാൻ എന്ന് പറയും, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. യൂഷ്വലി പ്രൈവറ്റ്ലി ഓൺഡാണ്. പ്രൈവറ്റ്ലി ഓൺഡ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തും വേണമെങ്കിൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ടാവാം. സാധാരണഗതിയിൽ അതൊരു ബിൽഡിങ്ങിനകത്ത് ഒക്കെ ആയിരിക്കും സാധാരണ ഉണ്ടാവുക. പിന്നെ ഉള്ളത് രണ്ടാമത്തെ ടൈപ്പ് അതിനകത്ത് ലിങ്ക്സ് ദ ഡിവൈസസ് ഇൻ എ സിംഗിൾ ഓഫീസ് ബിൽഡിംഗ് ഓർ ക്യാമ്പസ്. അത് സാധാരണഗതിയിൽ ഒരു ഓഫീസ് ബിൽഡിങ്ങിനകത്തോ അല്ലെങ്കിൽ ക്യാമ്പസിനകത്തോ ഉള്ള കമ്പ്യൂട്ടറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനായിരിക്കും. ലാൻ സൈസ് ഈസ് യൂഷ്വലി ലിമിറ്റഡ് ടു ഫ്യൂ കിലോമീറ്റേഴ്സ്. അത് മാക്സിമം പോയാൽ 1 കിലോമീറ്റർ അല്ല 2 കിലോമീറ്റർ, അതിൽ കൂടുതൽ സൈസിൽ. ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പല സൈസിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ്. ഒരു കണക്ഷൻ്റെ ടോപ്പോളജിയുടെ ഡിഫറൻസ് അനുസരിച്ച് പല ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. ഇത് നെറ്റ്വർക്ക് സൈസ് അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് കമ്പ്യൂട്ടറുകൾ ഇരിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് കാറ്റഗറീസ് ഓഫ് നെറ്റ്വർക്ക് ഉള്ളത്. അപ്പോൾ അത് ഫ്യൂ കിലോമീറ്റേഴ്സ് ആയിരിക്കും മാക്സിമം. പിന്നെ ഉള്ളത് ലാൻസ് ആർ ഡിസൈൻ ടു അലൗ റിസോഴ്സസ് ടു ബി ഷെയർഡ് ബിറ്റ്വീൻ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്. പേഴ്സണൽ കമ്പ്യൂട്ടറിലുള്ള റിസോഴ്സസ് ഷെയർ ചെയ്യാൻ, അതായത് ഒരു ഫയൽ അങ്ങോട്ടോ അയച്ചു കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഇരിക്കുകയാണ്, എനിക്കൊരു ഫയൽ പ്രിൻസിപ്പാളിന് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ സിസ്റ്റവും എൻ്റെ സിസ്റ്റവും തമ്മിലൊരു ലാനിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഷുവർലി ഇതിൽ കൂടെ അത് അയച്ചു കൊടുക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാവും ബിറ്റ്വീൻ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഓർ വർക്ക് സ്റ്റേഷൻസ്. ഇനി റിസോഴ്സസ് ക്യാൻ ബി ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഓർ ഡാറ്റ. റിസോഴ്സസ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ ആവാം, സോഫ്റ്റ്വെയർ ആവാം, ഡാറ്റ ആവാം. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു വിൻഡോസിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഷെയർ ചെയ്യാം. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഫയലോ ഒരു ഫോട്ടോയോ ഷെയർ ചെയ്യണമെങ്കിൽ അത് ഷെയർ ചെയ്യാം. ഇനി ഹാർഡ്വെയർ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം എനിക്ക് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ നെറ്റ്വർക്കിൽ ഒരു കോളേജിന് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഒരു പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, കോമൺ ആയിട്ടൊരു പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അതിലേക്ക് പ്രിൻ്റ് കൊടുക്കാം. അതുപോലെ ഇപ്പോൾ HODയുടെ റൂമിലായിരിക്കും ചിലപ്പോൾ അതിരിക്കുന്നത്, അപ്പോൾ എനിക്ക് ഇവിടുന്ന് പ്രിൻ്റ് കൊടുത്താൽ അവിടെ പ്രിൻ്റ് ചെയ്യും. അതുപോലെ ഓഫീസിൽ നിന്ന് പ്രിൻ്റ് കൊടുത്താലും ആ സെയിം ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പ്യൂട്ടർ എന്തെങ്കിലും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഡിവൈസിനാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ആവാം, പ്രിൻ്റർ ആവാം, മോണിറ്റർ ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രിൻ്റർ ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഹാർഡ്വെയർ ഷെയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? In general, a LAN will use only one type of transmission medium. ജനറലി ഒരു ട്രാൻസ്മിഷൻ മീഡിയം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ ഒരു ലാനിൽ. എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു കേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ വയർലെസ് മീഡിയ ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും. അല്ല ഒന്നെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ ആവും, അല്ലെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾ ആവും. ഇതിലേതെങ്കിലും ഒരു ടൈപ്പേ സാധാരണ ഒരു ലാൻ തമ്മിൽ കണക്ട് ചെയ്യാൻ ഇതുള്ളൂ. ഇതൊന്നും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല, അതായത് ഇങ്ങനെ ലാൻ പാടുള്ളൂ എന്നല്ല. ഇതെല്ലാം എഴുതിയേക്കുന്നുണ്ടോ, ഇൻ ജനറൽ എന്ന് പറഞ്ഞാണ് എഴുതിയേക്കുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി പ്രൈവറ്റ്ലി ഓൺ. സാധാരണ അത് പ്രൈവറ്റ് ആൾക്കാരാണ് ഓൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ പറഞ്ഞേക്കുന്നുണ്ടോ, ഇറ്റ് ഈസ് ലാൻ സൈസ് ഈസ് ലിമിറ്റഡ് ടു ഫ്യൂ കിലോമീറ്റേഴ്സ്. അത് കൃത്യമായിട്ട് 1 കിലോമീറ്റർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഫ്യൂ കിലോമീറ്റേഴ്സ് അങ്ങനെ പറ്റും. ഇതിനാണ് സാധാരണ നമ്മൾ ലാൻ എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോമൺ ലാൻ ടോപ്പോളജീസ് ആർ ബസ്, റിംഗ് ആൻഡ് സ്റ്റാർ. സാധാരണ ലാനിൽ യൂസ് ചെയ്യുന്നത് ബസ്സും റിങ്ങും സ്റ്റാറുമാണ്. ഇതല്ലാതെ ഒരു ടോപ്പോളജിയും കൂടെ ഉണ്ടല്ലോ, അതേതാണ്? 4 ടോപ്പോളജി നമ്മൾ പഠിച്ചായിരുന്നു. അതിലൊരെണ്ണമാണ് ബസ്, രണ്ടാമത്തേത് റിങ്, മൂന്നാമത്തേത് സ്റ്റാർ. വേറൊരെണ്ണം നമ്മൾ മെഷ് ടോപ്പോളജി ലാനിൽ സാധാരണ യൂസ് ചെയ്യാറില്ല. ലാനിൽ നിന്ന് മാത്രമല്ല, ഒരു സ്ഥലത്തും അതങ്ങനെ യൂസ് ചെയ്യാറില്ല സാധാരണ. അതാണ് അപ്പോൾ അതാണ് മെഷ് ടോപ്പോളജി യൂസ് ചെയ്യാറില്ല. അത് കാരണം നമുക്കറിയാം ഓൾറെഡി, അതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്പീഡ് എന്ന് പറയുന്നത് യൂഷ്വലി ഹൈ ആയിരിക്കും. നോർമലി 100 to 1000 Mbps സ്പീഡിൽ കണക്ഷൻ ഉണ്ടാവും. ഇത് കുറച്ച് നാൾ മുമ്പുള്ള വാല്യൂ ആണ്, ടെക്സ്റ്റ് എഴുതിയ കാലത്തുള്ള വാല്യൂ ആണ്. അപ്പോൾ ഇതിൽ സ്പീഡ് ഇപ്പോൾ ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഈ ഒരു റേഞ്ചിൽ എഴുതിയാൽ മതി, കാരണം നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്ന ടെക്സ്റ്റിലെ വാല്യൂസ് ഇതാണ്. ഓക്കെ ആണല്ലോ? ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ലാൻ എന്ന് പറയും. ഇതൊക്കെ PSCക്ക് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ത് ടൈപ്പാണ് എന്ന്, എത്ര സ്പീഡ് ഉണ്ടാവും, അതിൻ്റെ ലിമിറ്റ് എത്ര ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ ഫുൾ ഫോം എന്താണെന്നൊക്കെ പറഞ്ഞ് PSCക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്.
രണ്ടാമത്തേത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതിൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ആയിരിക്കും, കുറേ സ്ഥലത്ത് കവറേജ് ഉണ്ടാവും. യൂഷ്വലി ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനാണ്. വാൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം ഇന്ത്യയിലും അമേരിക്കയിലും ഒക്കെ, അതായത് ഹോൾ വേൾഡ് കവർ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിന് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. അതിന് എക്സാമ്പിൾസ് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട്. 2 എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ട്. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ്, എക്സ്റ്റെൻസ് ലാർജ് ജോഗ്രഫിക് ഏരിയ അപ് ടു ഹോൾ വേൾഡ്, അതായത് മുഴുവൻ വേൾഡിനെയും കവർ ചെയ്യുന്നത് വരെ ആവാം. ഇപ്പോൾ ഇന്ത്യ മൊത്തം ഉള്ള ഒരു നെറ്റ്വർക്ക് ആണെങ്കിലും അതിനും നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ഇന്ത്യയും അമേരിക്ക, ഓസ്ട്രേലിയ എല്ലാം കവർ ചെയ്യുന്നതിന്, ഇപ്പോൾ ഏഷ്യ മൊത്തം കവർ ചെയ്യുന്നതിന് നമ്മൾ വൈഡ് ഏരിയ എന്ന് പറയും. ഇനി ഏഷ്യ മാത്രമല്ല, മറ്റ് കോണ്ടിനെൻറ്റ്സ്, അതായത് ഓസ്ട്രേലിയ, ആഫ്രിക്ക, അമേരിക്ക, അങ്ങനത്തെ എല്ലാ സ്ഥലത്തോട്ടും കവറേജ് ഉണ്ടെങ്കിലും അതിനും നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. അപ്പോൾ അതിനും കൃത്യ ഒരു റൂളൊന്നുമില്ല, ഇത്ര കിലോമീറ്റർ കൂടുതലാണെങ്കിലേ വൈഡ് ഏരിയ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. വലിയൊരു നെറ്റ്വർക്കിന് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. 2 എക്സാമ്പിൾസ് ഉണ്ട്, പോയിന്റ് ടു പോയിന്റ് ആൻഡ് സ്വിച്ച്ഡ് വാൻ. പോയിന്റ് ടു പോയിന്റും സ്വിച്ച്ഡ് വാനും ഉണ്ട്. പോയിന്റ് ടു പോയിന്റ് വാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു എൻഡ്സ് ആൻഡ് യൂഷ്വലി കണക്ട്സ് 2 കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസ്. പോയിന്റ് ടു പോയിന്റ്, അതിൻ്റെ പേര് തന്നെയുണ്ട്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, ആ 2 പോയിന്റ് 2 എൻഡ് ആയിരിക്കും. അതിൽ യൂഷ്വലി 2 കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ ആയിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. എക്സാമ്പിൾ, ഡയലപ്പ് ലൈൻ ദാറ്റ് കണക്ട്സ് ദ ഹോം കമ്പ്യൂട്ടർ ടു ദ ഇൻ്റർനെറ്റ്. നമ്മുടെ വീട്ടിലെ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡത്തിലേക്ക് പോയേക്കുന്ന ഒരു വയർ എന്ന് പറഞ്ഞാൽ അതൊരു പോയിന്റ് ടു പോയിന്റ് വാനാണ്. ഇനി സ്വിച്ച്ഡ് വാൻ ഉണ്ട്. സ്വിച്ച്ഡ് വാൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് വിത്ത് മോർ ദാൻ 2 എൻഡ് പോയിൻറ്റ്സ്, ഒന്നിൽ കൂടുതൽ എൻഡ് പോയിൻറ്റ്സ് ഉള്ള. ഇപ്പോൾ ഇവിടുത്തെ ഈ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഡിവൈസ് കണ്ടോ, ഇതിന് എത്രയാണ്, 1, 2, 3 ഒക്കെ ഉണ്ട്. ഇതിന് കുറേ എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. ഈ പറയുന്ന എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇഷ്ടം പോലെ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ കാണും. ആ ഭാഗമുള്ളതിന് സ്വിച്ച്ഡ് വാൻ എന്നാണ് പറയുന്നത്. ഇതുപോലെ പുറത്തേക്ക് ഓരോ കണക്ഷൻ മാത്രം, അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്ക് മാത്രമായിട്ടൊരു കണക്ഷൻ എടുക്കുന്നതിന് പോയിന്റ് ടു പോയിന്റ് വാൻ എന്ന് പറയും. എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറവറാന്ന് കണക്ട് ചെയ്തേക്കുന്നതിന് സ്വിച്ച്ഡ് വാൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? ഇറ്റ് ക്യാൻ ബി വ്യൂഡ് ആസ് എ കോമ്പിനേഷൻ ഓഫ് സെവറൽ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ. ഇപ്പോൾ ഇത് നോക്കിയാൽ ഇത് തമ്മിലൊരു പോയിന്റ് ടു പോയിന്റ് കണക്ഷനാണ്, ഇത് തമ്മിലൊരു പോയിന്റ് ടു പോയിന്റ് കണക്ഷനാണ്, ഇത് തമ്മിലൊരു പോയിന്റ് ടു പോയിന്റ് കണക്ഷനാണ്, ഇത് തമ്മിലും പോയിന്റ് ടു പോയിന്റ് കണക്ഷനാണ്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ പോയിന്റ് ടു പോയിന്റ് കണക്ഷൻ ആവും. അങ്ങനെ വരുമ്പോൾ അതിന് സ്വിച്ച്ഡ് വാൻ എന്ന് പറയും. ക്ലിയർ ആണോ? ഇനി വാൻ എന്ന് പറയുന്നത് വലിയ നെറ്റ്വർക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ അത് പലരും കൂടി ഷെയർ ചെയ്യുന്നതായിരിക്കും. പലരും കൂടി ഷെയർ ചെയ്ത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് വാൻ. സാധാരണ നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന അതിനാണ്, അതിലേക്ക് നമ്മൾ വരും. ഇനി ഒരു പർട്ടിക്കുലർ കമ്പനി, ഇപ്പോൾ വിപ്രോ എന്ന് പറയുന്നൊരു കമ്പനി, വിപ്രോയ്ക്ക് മാത്രം അവരുടെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാത്രം അവരൊരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റർപ്രൈസ് നെറ്റ്വർക്ക് എന്ന് പറയും. വാൻ ഓൺഡ് ബൈ എ സിംഗിൾ കമ്പനി, ഒരു സിംഗിൾ കമ്പനി, അതായത് സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ ആയിരിക്കും സാധാരണ. അവർക്ക് മാത്രമായിട്ടൊരു നെറ്റ്വർക്ക് വേണം. അവർക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്താൽ അവർക്ക് സ്പീഡ് കിട്ടത്തില്ല. അവരുടെ ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫറിന് അവരുടെ ഡൽഹിയിലെ ഓഫീസും കോട്ടയത്തെ ഓഫീസും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അല്ല എറണാകുളത്തെ ഓഫീസും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് എൻ്റർപ്രൈസ് നെറ്റ്വർക്ക് എന്ന് പറയും. ഓക്കെ, എൻ്റർപ്രൈസ് ഏതെങ്കിലും ഒരു കമ്പനി സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഇപ്പം അവരുടെ എറണാകുളത്തുള്ള ഇൻഫോ പാർക്കിലുള്ള കമ്പനി ഇൻഫോ പാർക്കിനകത്തെ ഡിവൈസസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്താൽ അതിന് ലാൻ എന്നേ പറയത്തുള്ളൂ. അതുപോലെ ഇവിടുത്തെ ഡിവൈസും ഇപ്പോൾ ഡൽഹിയിലെ അവരുടെ ഓഫീസ് അല്ല ബാംഗ്ലൂർ അവരുടെ ഓഫീസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റർപ്രൈസ് നെറ്റ്വർക്ക് എന്ന് പറയും. ക്ലിയർ ആണോ? ഇതാണ് ഒരു ടിപ്പിക്കൽ സ്വിച്ച്ഡ് വാനിന് എക്സാമ്പിൾ. പോയിന്റ് ടു പോയിന്റ് വാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. മോഡവും കമ്പ്യൂട്ടറും തമ്മിലൊരു കണക്ഷൻ കാണും, മോഡവും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ഷൻ കാണും. പോയിന്റ് ടു പോയിന്റ് വാൻ ഇത് എൻഡ് ടു എൻഡ് സിസ്റ്റമാണ്. സ്വിച്ച്ഡ് വാൻ ഇതിനകത്ത് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ സ്വിച്ച്ഡ് വാനിനകത്ത് ഈ കണക്ഷൻ എന്ന് പറയുന്നത് പോയിന്റ് ടു പോയിന്റ് തന്നെയാണ്. ഓക്കെ, ഇതാണ് 2 ഫിഗർ വരുന്നത്. അടുത്തത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഏതാണ് മെട്രോപൊളിറ്റൻ സിറ്റീസ്? ഏതൊക്കെയാണ്? മെട്രോപൊളിറ്റൻ സിറ്റീസ് ഏതൊക്കെയാണ്? ഹലോ, കേൾക്കാമോ? അപ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ
മാൻ എന്ന് പറയുന്ന നെറ്റ്വർക്കാണ് മെട്രോപൊളിറ്റൻ. അപ്പം മെട്രോപൊളിറ്റൻ സിറ്റിയിൽ മാത്രമുള്ള നെറ്റ്വർക്കാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. എല്ലാ സ്ഥലത്തും ഉള്ള, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ കഴിഞ്ഞ് സൈസ് കൂടുതലും വൈഡ് ഏരിയ നെറ്റ്വർക്കിനെ കഴിഞ്ഞ് സൈസ് കുറവുമുള്ള എല്ലാത്തിനും മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ കൃത്യ ഒരു ഡെഫിനിഷനൊന്നും ഇല്ല. കുറച്ച് വലുതാണെങ്കിൽ നമ്മൾ ലാൻ എന്ന് പറയും, വലുതാണെങ്കിൽ നമ്മൾ മാൻ എന്ന് പറയും. അപ്പോൾ അതാണ് മാനും വാനും. ഇനിയുള്ള അതിൽ ഇറ്റ് നോർമലി കവേഴ്സ് ഏരിയ ഇൻസൈഡ് എ ടൗൺ ഓർ സിറ്റി. യൂഷ്വലി പറഞ്ഞാൽ ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ എറണാകുളം ജില്ലയിൽ ഒരാൾക്ക് പല സ്ഥലത്തായിട്ട് അയാളുടെ കമ്പനിയുടെ ബ്രാഞ്ചുകളുണ്ടെങ്കിൽ അതിനെല്ലാം തമ്മിൽ ഇൻ്റർകണക്ട് ചെയ്തേക്കുവാണെങ്കിൽ അതിനെ എല്ലാം തമ്മിൽ എൻ്റർടൈൻമെൻറ്റ് കഴിയുന്നത്. അപ്പം നമ്മുടെ ലാൻ എന്ന് അതിന് പറയാൻ പറ്റത്തില്ല. കാരണം ലാൻ എന്ന് പറഞ്ഞാൽ ഫ്യൂ കിലോമീറ്റേഴ്സാണ്. അയാളുടെ ആദ്യത്തെ ഓഫീസ് തേവരയായിരിക്കും, രണ്ടാമത്തെ ആലുവയായിരിക്കും, മൂന്നാമത്തെ മൂവാറ്റുപുഴയായിരിക്കും. തമ്മിൽ കണക്ട് ചെയ്താൽ ലാൻ കണക്ഷനാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? കാരണം ഫ്യൂ കിലോമീറ്റേഴ്സ് അല്ല, അതിൽ കൂടുതലുണ്ട്, ഒത്തിരി കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മറ്റേ മോഹൻലാലിൻ്റെ സിനിമയ്ക്കകത്ത് പറയുന്നത് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഫ്രം തേവര ടു ആലുവ എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത് ലാൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇനി വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്നെങ്കിൽ ഇന്ത്യ മൊത്തമെങ്കിലും കാണണം, അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യ മൊത്തമെങ്കിലും കാണണം. അതിനെ നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനിടയ്ക്കുള്ള ഒരാൾക്കൊരു പേരിട്ടേക്കുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. യൂഷ്വലി അത് ഒരു ടൗൺ അല്ലെങ്കിൽ ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. It is designed for customers who need a high speed connectivity and have endpoints spread over the city. അതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് അയാളുടെ പല ബ്രാഞ്ചുകൾ തമ്മിൽ, അയാളുടെ ഓഫീസിൻ്റെ പല ബ്രാഞ്ചുകൾ തമ്മിൽ കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ് മാൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി സിംഗിൾ നെറ്റ്വർക്ക് ഓർ ഡിഫറെൻറ്റ് ലാൻഡ്സ് കണക്റ്റഡ്. ഇപ്പം ഞാൻ പറഞ്ഞ അയാൾക്ക് തേവര ഒരു ഓഫീസുണ്ട്, ആലുവ ഒരു ഓഫീസുണ്ട്, മൂവാറ്റുപുഴ ഒരു ഓഫീസുണ്ട്. തേവരയിലെ ഓഫീസിനകത്ത് തന്നെ അയാൾക്ക് പല കമ്പ്യൂട്ടർ കാണും. അപ്പോൾ ആ പല കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെന്തായിരിക്കും? അത് ലാനായിരിക്കും. കാരണം ഒരു ബിൽഡിങ്ങിനകത്തുള്ള കമ്പ്യൂട്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താൽ അത് ലാനാണ്. അതുപോലെ ആലുവയിലെ ഓഫീസിലുള്ള കമ്പ്യൂട്ടറുകൾ ഒരു 10 കമ്പ്യൂട്ടർ കാണും, അതും അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും, അതും ഒരു ലാനായിരിക്കും. അതുപോലെ മൂവാറ്റുപുഴയിലെ ഓഫീസിലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് മൂന്ന് ലാനാണ്. അപ്പോൾ പുള്ളി വേറെ എന്തെങ്കിലും ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് ഈ 3 ലാനുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യണം. അപ്പോഴാണ് അത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആകുന്നത്. അപ്പോൾ അതെന്താണ്? ഇറ്റ് ക്യാൻ ബി എ സിംഗിൾ നെറ്റ്വർക്ക്. ഒരു സിമ്പിളായിട്ടൊരു നെറ്റ്വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തേക്കുന്നതാവാം, അല്ലെങ്കിൽ പല ലാനുകളെ തമ്മിൽ കൂട്ടി കണക്ട് ചെയ്തേക്കുന്നതും ആവാം. ഇതിനൊരു ക്ലാസിക് എക്സാമ്പിളാണ് നിങ്ങളുടെ വീട്ടിലുള്ള കേബിൾ TV നെറ്റ്വർക്ക്. നിങ്ങളുടെ വീട്ടിലുള്ള കേബിൾ TV നെറ്റ്വർക്ക് സാധാരണ എത്രയാണ്? ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും അവരുടെ ഡാറ്റ അല്ലെങ്കിൽ കേബിൾ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കിന് എക്സാമ്പിളാണ്. ഓക്കെ ആണോ? ലാനും വാനും തമ്മിലുള്ള ഡിഫറൻസ് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ആ പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്തേക്കുന്നത്, എല്ലാം ഓൾറെഡി പറഞ്ഞതാണ്. ലാൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് സൈസാണ്, വാൻ എന്ന് പറഞ്ഞാൽ വൈഡർ നെറ്റ്വർക്കാണ്. ലാൻ ഇൻ്റർകണക്ട്സ് ഹോസ്റ്റാണ്. വാൻ എന്ന് പറയുന്നത് ഇൻ്റർകണക്ട്സ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ലൈക്ക് സ്വിച്ചസ്, റൗട്ടേഴ്സ് എക്സെട്ര. ലാൻ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓരോ കമ്പ്യൂട്ടറുകളായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. വാൻ എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനിടയ്ക്ക് സ്വിച്ച് കാണും. സ്വിച്ച് എന്ന് പറഞ്ഞാൽ പല കമ്പ്യൂട്ടർ, ഇപ്പോൾ ഹബ്ബ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അതുപോലെ വേറൊരു ഡിവൈസാണ് സ്വിച്ച്, അതുപോലെ വേറൊരു ഡിവൈസാണ് റൗട്ടർ. അങ്ങനെ പല സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ എല്ലാം വാനിൽ കാണും. പക്ഷേ ലാനിൽ അതൊന്നും കാണാനുള്ള ചാൻസ് കുറവാണ്. നല്ല മാക്സിമം പോയാൽ ഒരു സ്വിച്ച് വല്ലതും കാണും, റൗട്ടറൊന്നും എന്തായാലും കാണില്ല. ലാൻ മോസ്റ്റ്ലി പ്രൈവറ്റ്ലി ഓൺഡ് ആണ്. വാൻ എന്ന് പറയുന്നത് നോർമലി ക്രിയേറ്റഡ് ആൻഡ് റൺ ബൈ കമ്മ്യൂണിക്കേഷൻ കമ്പനീസ് ആൻഡ് ലീസ് ടു ഓർഗനൈസേഷൻസ്. പല ഓർഗനൈസേഷൻസ് ഇത് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇപ്പം ജിയോയുടെ ഒരു നെറ്റ്വർക്ക് കാണും, അതുപോലെ തന്നെ ഐഡിയയുടെ ഒരു നെറ്റ്വർക്ക് കാണും. അങ്ങനെ പലരും ഷെയർ ചെയ്യുന്നുണ്ടാവും വാൻ. പക്ഷേ ലാൻ സാധാരണ ഒരു പർട്ടിക്കുലർ ആൾ അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ക്ലിയർ ആണോ? അടുത്തത് ഇൻ്റർകണക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ്. നെറ്റ്വർക്കുകളെ തമ്മിൽ വീണ്ടും കണക്ട് ചെയ്യുകയാണ് അല്ലേ? കൂട്ടക്കുരുക്കിടും, ഒന്നും അഴിക്കാൻ പറ്റാതെ വരും അവസാനം. അതാണ് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്. ഇൻ്റർകണക്ഷൻ ഓഫ് നെറ്റ്വർക്കിന് പറയുന്ന പേരാണ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇൻ്റർനെറ്റ് എന്ന് പറയും. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലുവയിൽ ഇരിക്കുന്നവർക്കും കാണാൻ പറ്റുന്നുണ്ട്, പെരുമ്പാവൂർ ഇരിക്കുന്നവർക്കും കാണാൻ പറ്റുന്നുണ്ട്, എറണാകുളത്ത് ഇരിക്കുന്നവർക്കും കാണാൻ പറ്റുന്നുണ്ട്, തൃപ്പൂണിത്തുറ ഇരിക്കുന്നവർക്കും കാണാൻ പറ്റുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്?
ഞാൻ ഇവിടെ നിന്ന് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഈ കോളേജിൻ്റെ ലാനിലേക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് എനിക്ക് നെറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഡിവൈസ് ഉപയോഗിച്ചിട്ട് ജിയോ ഉപയോഗിച്ചിട്ടോ ഐഡിയ ഉപയോഗിച്ചിട്ടോ നിങ്ങളും അതിൻ്റെ ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈസുകൾ അപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ നമ്മുടെ കോളേജിലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ BSNLൻ്റെ ആണ്. അപ്പോൾ BSNLൻ്റെ ഈ ബ്രോഡ്ബാൻഡ് കണക്ഷനിലേക്കാണ് ഞാൻ ഡാറ്റ കൊടുക്കുന്നത്. ബ്രോഡ്ബാൻഡ് അത് BSNL ജിയോയ്ക്ക് കൊടുക്കുന്നുണ്ട്, ഐഡിയയ്ക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരും അവർ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല നെറ്റ്വർക്കുകൾ, അപ്പോൾ ഐഡിയയുടെ നെറ്റ്വർക്ക്, ജിയോയുടെ നെറ്റ്വർക്ക്, BSNLൻ്റെ നെറ്റ്വർക്ക് എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റർ നെറ്റ്വർക്ക് എന്നായിരുന്നു അതിൻ്റെ ആക്ച്വൽ പേര്. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്ന് പറഞ്ഞ പോലെ പുള്ളി സ്വന്തമായിട്ട് വിളിക്കുന്ന പേര് ഇൻ്റർനെറ്റ് എന്നാണ്, എളുപ്പത്തിന് വിളിക്കുന്നത്. The so-called internet is supported by ISPs via international. അപ്പോൾ ഇതിന് അങ്ങനെ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നവരെ നമ്മൾ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ലെ ISP എന്ന് പറയും. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് എക്സാമ്പിൾ ആരാണെന്ന് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ എക്സാമ്പിളാണ് BSNL, ഐഡിയ, ജിയോ, ഏഷ്യാനെറ്റ് ഫൈബർ, ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് എല്ലാം ഇതിന് എക്സാമ്പിളാണ്. ഇനി നമ്മുടെ നാട്ടിൽ ജിയോ ഉണ്ട്, എല്ലാവർക്കും ജിയോയ്ക്ക് കണക്ഷൻ കിട്ടും. പിന്നെ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അമേരിക്കയിൽ ജിയോ ആയിരിക്കുമല്ലോ ഉള്ളത്, ഹച്ച് ആയിരിക്കും ഉള്ളത്, അല്ലെ വോഡാഫോൺ ആയിരിക്കും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ അമേരിക്കയിലുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ ഉള്ളവർക്കും കിട്ടണ്ടേ? അപ്പോൾ അവർ ഈ ഇന്ത്യയിലുള്ള കണക്ഷനും അമേരിക്കയിലുള്ള കണക്ഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സർവീസ് പ്രൊവൈഡർ കാണും. അതായത് ഒന്നിൽ കൂടുതൽ നേഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. അതിന് ഇൻ്റർനാഷണൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറയും. ഒരു രാജ്യത്ത് മാത്രം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റാണ് ഉദ്ദേശിക്കുന്നത്, ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ കാണും. അവരെ കേൾക്കാമോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഒരു രാജ്യത്ത് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരെ നാഷണൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഐഡിയ, BSNL ഒക്കെ നമ്മുടെ നാട്ടിൽ മാത്രം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് സർവീസ് പ്രൊവൈഡർ. ഇനി ലോക്കൽ സർവീസ് പ്രൊവൈഡർ ഉണ്ടാവും. ലോക്കൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ജില്ലയിൽ മാത്രം പ്രൊവൈഡ്. ഏഷ്യാനെറ്റൊക്കെ ആദ്യം തുടങ്ങിയ സമയത്ത് എല്ലാ സ്ഥലത്തും ഇല്ലായിരുന്നു, ചില സ്ഥലങ്ങളിൽ മാത്രം, ടൗണുകളിൽ മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളവരെ നമ്മൾ ലോക്കൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറയും. അല്ല ചിലപ്പോൾ നിങ്ങളുടെ അവിടെയുള്ള ലോക്കലായിട്ടുള്ള കേബിൾ TV-ക്കാർ അവരുടേതായ ഇൻ്റർനെറ്റ് കൊടുക്കുന്നുണ്ടാവും, അതിനൊക്കെ ലോക്കൽ സർവീസ് പ്രൊവൈഡർ എന്ന് പറയും. അപ്പോൾ ഈ ലോക്കൽ സർവീസ് പ്രൊവൈഡർ നിങ്ങളുടെ വീട്ടിലെ ഒരു ലോക്കൽ കേബിൾ TV ആണ്. ആ ലോക്കൽ കേബിൾ TVയുടെ ആൾക്കാർ നിങ്ങൾക്ക് നെറ്റ് തരുന്നുണ്ടെങ്കിൽ അവരുടെ നെറ്റും ഇൻ്റർനാഷണൽ നെറ്റും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം അല്ലേ? അതിനാണ് നാഷണൽ സർവീസ് പ്രൊവൈഡേഴ്സും ഇൻ്റർനാഷണൽ സർവീസ് പ്രൊവൈഡേഴ്സും ഉള്ളത്. അങ്ങനെ ഇതെല്ലാവരും കൂടെ തമ്മിലൊരു എഗ്രിമെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടായേക്കുന്നത്. ഇൻ്റർനെറ്റ് മോസ്റ്റ്ലി യൂസസ് TCP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ /IP ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. രണ്ടും നമുക്ക് പഠിക്കാനുള്ളതാണ്. TCP/IP പ്രോട്ടോക്കോളാണ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഈ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ജിയോയുടെ നെറ്റ്വർക്ക് ഉണ്ടാവും, ഐഡിയയുടെ നെറ്റ്വർക്ക് ഉണ്ടാവും. അപ്പോൾ അംബാനി പറയും ഇങ്ങനെ കൊടുക്കാൻ പറയും, അദാനി പറയും അങ്ങനെ കൊടുക്കണ്ട ഇങ്ങനെ കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ രണ്ടുപേരും തമ്മിൽ അടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കുറച്ച് സെറ്റ് ഓഫ് നിയമങ്ങൾ പാലിക്കണം. അത് എന്നാൽ മാത്രമേ ഉള്ളൂ. പല കണക്ഷനുകളുണ്ടെന്ന് പറഞ്ഞില്ലേ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതിന് ഒരു എഗ്രിമെൻറ്റിലെത്തണം. ആ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിലുള്ള എഗ്രിമെൻറ്റിൻ്റെ പേരാണ് TCP/IP ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഓക്കെ, ഇതുവരെ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുണ്ടോ? ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ ടോപ്പിക്ക് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഈസ് എ സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ഇൻ വിച്ച് എ സ്വിച്ച് കണക്ട്സ് അറ്റ്ലീസ്റ്റ് 2 ലിങ്ക്സ് ടുഗദർ. ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യുന്ന ഒരു ഡിവൈസിനാണ് സ്വിച്ച് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ഉണ്ട്. അതായത് പല നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പല നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഡാറ്റ ഇൻ്റർചേഞ്ച് ചെയ്യണമെങ്കിൽ ഓരോ സ്ഥലത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് പോകണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം.
ഇപ്പോൾ ലോക്കൽ സർവീസ് പ്രൊവൈഡർ ഏഷ്യാനെറ്റിൻ്റെ അടുത്തുനിന്ന് ഉള്ള ഡാറ്റ അടുത്ത ഐഡിയയുടെ അടുത്തേക്ക് പോകണം, ഐഡിയയുടെ അടുത്തുനിന്ന് ജിയോയുടെ അടുത്തേക്ക് പോകണം, അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എങ്ങോട്ട് പോകണം എന്ന്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്, സ്വിച്ചിന് 2 പൊസിഷൻ, സാധാരണ 2 ഉള്ളത് ഓണും ഓഫും പൊസിഷനാണ് ഉള്ളത് അല്ലേ. അതുപോലെ നമ്മൾ ഫാനിൻ്റെ റെഗുലേറ്റർ കണ്ടിട്ടുണ്ട്, അതിന് 5 പൊസിഷനും 6 പൊസിഷനും ഒക്കെ ഉണ്ട് അല്ലേ. അതെന്താ ചെയ്യുന്നത്, ഓരോ പൊസിഷനിൽ ഇട്ടാൽ ഓരോ സ്ഥലത്തൂടെ ആയിരിക്കും കറണ്ട് കയറി വരുന്നത്. അങ്ങനെ കറണ്ട് കയറി വരുന്നതിനനുസരിച്ച് ഫാനിൻ്റെ സ്പീഡിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതും നമ്മളൊരു സ്വിച്ച് എന്ന് പറയും. സ്വിച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഇൻകമിങ് ആയിട്ട് വരുന്ന ഒരു സാധനത്തെ പല സ്ഥലത്തേക്ക് തിരിച്ചു വിടാനായിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനോ കഴിവുള്ള സാധനത്തിനാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ്വർക്കിൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റയെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ട് വേണമെങ്കിലും ഇഷ്ടമനുസരിച്ച് കയറ്റി വിടാൻ പറ്റുന്ന ഒരു ഡിവൈസിനാണ് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് ബേസിക്കലി അങ്ങനെ സ്വിച്ചിങ് നടക്കുന്നത് 2 രീതിയിലുണ്ട്. ഒന്ന് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്, രണ്ടാമത്തേത് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കും പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കും. സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോകണമെന്ന് ആഗ്രഹം, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു കാറ് ബുക്ക് ചെയ്തിട്ട് ഇന്ന സമയത്ത് കാറുകാരനോട് വരാൻ പറയും. അപ്പോൾ കാറുകാരൻ ആ സമയത്ത് വരും, നിങ്ങൾ ആ കാറിൽ കയറിയിരിക്കും, നേരെ തിരുവനന്തപുരത്ത് പോയി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നടത്തും. അത് കഴിഞ്ഞ് നേരെ വീണ്ടും കാറിൽ കയറിയിട്ട് തിരിച്ചു വരും. തിരിച്ചിവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഇവിടെ എത്തി. അത് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കാണ്. രണ്ടാമത്തേത് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തിന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളമശ്ശേരി HMD ജംഗ്ഷനിൽ പോയി നിൽക്കും, ഏതെങ്കിലും വണ്ടി വരുമോ എന്ന് നോക്കും. ബസ് ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതേ ചാടി കയറും, വൈറ്റിലെ പോയി ഇറങ്ങുമ്പോഴത്തേക്കും വൈറ്റിൽ നിൽക്കും, കുറേ നേരം പോസ്റ്റായിട്ട് നിൽക്കും, ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കും. അതിപ്പോൾ ഏതെങ്കിലും തിരുവനന്തപുരം വണ്ടി വന്നാൽ അതേ കയറും. കുറേ നേരം തിരുവനന്തപുരം വണ്ടി നിന്നിട്ടും വരുന്നില്ല എങ്കിൽ നമ്മൾ ആലപ്പുഴ വണ്ടിയിൽ കയറി ആലപ്പുഴ ഇറങ്ങും. ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ഏതെങ്കിലും വണ്ടി വന്നാൽ അതിന് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ളൊരു വണ്ടി ഉണ്ടെങ്കിൽ കൊല്ലം വണ്ടി കിട്ടിയാൽ കൊല്ലം വണ്ടിയെ കയറും, കൊല്ലത്തിറങ്ങും, കൊല്ലത്തു നിന്ന് അടുത്ത തിരുവനന്തപുരം വണ്ടിയെ കയറും, അങ്ങനെ പോകും. തിരിച്ചും ഇതുപോലെ തന്നെ വരും ഇല്ലേ. ഇതിലേതാ നല്ലത്? ഈ പറഞ്ഞ 2 പോക്കിൽ ഏത് പോക്കാണ് നല്ലത്? ഫസ്റ്റത്തെ പോക്കാണ് നല്ലത്. കാറ കയറിയിരുന്ന് സൂചിച്ചങ്ങ് പോകാം അല്ലേ, ഒരു ദുരിതവും ഇല്ല. സർക്യൂട്ട് സ്വിച്ച്ഡാണ് താല്പര്യം. സർക്യൂട്ട് സ്വിച്ച്ഡ് തന്നെയാണ് നല്ലത്. പക്ഷേ അതിനകത്തൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ പോക്കറ്റ് കയറും അല്ലേ. ഇവിടുന്ന് കാറ് പിടിച്ച് തിരുവനന്തപുരം വരെ പോയിട്ട് വരണ പൈസ എത്രയാവും ഇല്ലേ. അപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങളുടെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് പോകുമ്പോൾ അച്ഛനോട് ചെന്നിട്ട് പറയും, അച്ഛാ എനിക്ക് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കാണ് താല്പര്യം, അതുകൊണ്ട് അച്ഛൻ ദയവ് ചെയ്തൊരു കാറ് ബുക്ക് ചെയ്ത് തരൂ, ഞാൻ അതേ കയറിയിരുന്ന് രാജാവിനെ പോലെ പോട്ടെ, ഞാൻ അവിടെ പോയി സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ചിട്ട് വരാം എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയും, മോളെ അതിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കാണ് ഇഷ്ടം, അതുകൊണ്ട് നീ പാക്കറ്റ് സ്വിച്ചിൽ കൂടെ ഓരോരോ സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് സ്വിച്ച് ചെയ്ത് പോയാൽ മതി എന്ന് പറയും ഇല്ലേ. പറയൂലേ? പൈസയുള്ള അച്ഛന്മാർ പറയുമായിരിക്കും, കുഴപ്പമില്ല മോളെ, സേഫ് സർക്യൂട്ട് സ്വിച്ച്ഡാണ്, പോയിക്കോളാൻ പറയുമായിരിക്കും. പക്ഷേ എന്നെപ്പോലെയുള്ള പിശുക്കന്മാരായ അപ്പന്മാരാണെങ്കിൽ ഒബ്വിയസ്ലി പറയും, മോളെ പൈസ ഇല്ല, അതുകൊണ്ട് നീ ഇങ്ങനെ പോയാൽ മതി എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിനകത്ത് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൻ്റെയും പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൻ്റെയും എല്ലാ കാര്യങ്ങളും ഉണ്ട്. സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഹിയർ എ ഡെഡിക്കേറ്റഡ് കണക്ഷൻ കോൾഡ് സർക്യൂട്ട് ഈസ് ഓൾവേസ് അവൈലബിൾ ബിറ്റ്വീൻ 2 എൻഡ് സിസ്റ്റംസ്. രണ്ടും തമ്മിൽ ഒരു ഡെഡിക്കേറ്റഡ് കണക്ഷൻ ഉണ്ടാവും. ഒരു കാറ് വിളിച്ചിട്ടുണ്ട്, കാറുകാരന് വേറെ പണിയൊന്നുമില്ല, അവന് ആലപ്പുഴയിൽ നിന്ന് ആളെ കയറ്റേണ്ട ആവശ്യമില്ല, അവന് വൈറ്റില ഹബ്ബിൽ നിന്നും ആളെ കയറ്റേണ്ട ആവശ്യമില്ല, അവന് ഇടയ്ക്ക് അവൻ്റെ ലവറിനോട് ഫോൺ വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവൻ എപ്പോഴും എന്ത് ചെയ്യും, അവന് നമ്മുടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അവന് നമ്മളെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് എത്തിക്കുക, തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരിക അല്ലേ. അതാണ് സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. ഹിയർ എ ഡെഡിക്കേറ്റഡ് കണക്ഷൻ കോൾഡ് സർക്യൂട്ട് ഈസ് ഓൾവേസ് അവൈലബിൾ ബിറ്റ്വീൻ 2 സിസ്റ്റംസ്. ഒരു കാറുണ്ട്, ആ കാറിന് എന്താ ഉദ്ദേശം? വേറെ ഒരു ഉദ്ദേശവും ഇല്ല, ഡെഡിക്കേറ്റഡ് ആണ് ഇതിനു വേണ്ടി മാത്രം. ഇറ്റ് ഈസ് ലെസ് എഫിഷ്യൻറ്റ് ആസ് ഫുൾ കപ്പാസിറ്റി വിൽ നോട്ട് ബി യൂസ്ഡ്. ഇത് അത്ര എഫിഷ്യൻ്റ് അല്ല, കാരണം പെട്രോൾ കൂടുതൽ ചിലവാകും. കാറിനകത്ത് 5 പേർക്ക് സുഖമായിട്ട് പോകാമായിരുന്നു, പക്ഷേ ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് ലെസ് എഫിഷ്യൻ്റ് ആണ്, അത്ര എഫിഷ്യൻ്റ് അല്ല. ആസ് ഫുൾ കപ്പാസിറ്റി വിൽ നോട്ട് ബി യൂസ്ഡ്. കാറിൽ ഇഷ്ടം പോലെ ആൾക്ക് പോകാമായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് കണക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു കണക്ഷൻ ഇവിടുന്ന് തിരുവനന്തപുരത്തിന് ഡാറ്റ അയക്കണമെങ്കിൽ ഇവിടം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള പാത്ത് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് സർക്യൂട്ടിൽ ഡാറ്റ പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഒരു ചെറിയ ഡാറ്റ ആയിരിക്കും അയക്കാനുള്ളത്. ഈ ഡാറ്റ ഇവിടുന്ന് തിരുവനന്തപുരത്ത് ചെല്ലുന്നിടം വരെ ഈ
സർക്യൂട്ട് വേറെ ഒന്നിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ സമയം വേസ്റ്റേജ് ആയി പോകും. ക്ലിയർ ആണോ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ? ഇതിന് ഇടയ്ക്കിടയ്ക്ക് സ്വിച്ചുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചെല്ലുമ്പം വൈറ്റിലെ ഒരു ജംഗ്ഷൻ ഉണ്ടാവും, കുണ്ടന്നൂർ ഒരു ജംഗ്ഷൻ ഉണ്ടാവും, ആലപ്പുഴ ഒരു ജംഗ്ഷൻ ഉണ്ടാവും, കായംകുളത്ത് ഒരു ജംഗ്ഷൻ ഉണ്ടാവും, എല്ലായിടത്തും ജംഗ്ഷൻ ഉണ്ടാവും. ഈ ജംഗ്ഷനിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, എല്ലാ ജംഗ്ഷനിലും നേരെ കയറി അങ്ങ് പോയച്ചാൽ മതി അല്ലേ. ഹിയർ സ്വിച്ച്, ഇതിൽ ആ ഓരോ ജംഗ്ഷനുമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഹിയർ സ്വിച്ച് ജസ്റ്റ് ഫോർവേഡ്സ് ഡാറ്റ ടു ദ നെക്സ്റ്റ് നോഡ്. ഇപ്പോൾ നമ്മുടെ വൈറ്റിലെ പാലം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്, ഒന്നും നോക്കണ്ട, കാറുകാരനോട് എന്ത് പറയുക, നേരെ വിട്ടോ മോനെ, മേളിൽ കൂടെ വിട്ടച്ചാൽ മതി, ഇവിടെ ഒന്നും നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയുക, നേരെ വിട്ടു പോവുക അല്ലേ. ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ടെലിഫോൺ പ്രീവിയസ്ലി. ഇത് പണ്ട് ടെലിഫോൺ കണക്ഷനുകൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതായിരുന്നു, സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് ആയിരുന്നു. പണ്ട് ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫോൺ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കുറേ നേരം കീന്ന് കുറേ നേരം ഒച്ച കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞായിരിക്കും നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അതാണ് സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്ക്. ഇനി പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. ഡാറ്റ ഈസ് ഡിവൈഡഡ് ഇൻ ടു പാക്കറ്റ്സ് ആൻഡ് പാക്കറ്റ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഡിവൈസസ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ഇത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിനെ ഒന്നിച്ച് വിടത്തില്ല. നമ്മൾ ഇവിടുന്ന് കാറിനാണ് പോകുന്നതെങ്കിൽ നമുക്ക് വലിയ ലോഡൊരെണ്ണം വേണമെങ്കിൽ കാറിൻ്റെ പുറകിൽ എടുത്ത് വെച്ച് കൊണ്ടുപോകാം. പക്ഷേ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ ചെറിയ പാക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തരുടെ കയ്യിൽ ചിലപ്പോൾ കൊടുത്തു വിടുമായിരിക്കും. അതാണ് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റ ഈസ് ഡിവൈഡഡ് ഇൻ ടു പാക്കറ്റ്, ചെറിയ പാക്കറ്റുകളാക്കും. എന്നിട്ട് ഈച്ച് പാക്കറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഡിവൈസസ്. ഒരു പാക്കറ്റ് ഇവിടുന്ന് നേരെ വൈറ്റിലേക്ക് കൊടുത്തു വിടും, വൈറ്റിലെ പോയി നിൽക്കും. വൈറ്റിലേന്ന് അടുത്ത വണ്ടി ഏതാണോ വരുന്നത്, പോകേണ്ട ഡയറക്ഷനിൽ ഏത് വണ്ടിയാണോ വരുന്നത് ആ വണ്ടിക്ക് കയറ്റി വിടും. അപ്പം അങ്ങനെ പോകും. ഇതിപ്പം ഡെഡിക്കേറ്റഡ് പാത്തൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ വൈറ്റിലെ ഹബ്ബിൽ പോയി കുറേ നേരം നിൽക്കുമ്പോഴും തിരുവനന്തപുരം വണ്ടി വരികയില്ല. അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും, ഓക്കെ കോട്ടയം വണ്ടി ഒരെണ്ണം വന്നിട്ടുണ്ട്, കോട്ടയത്ത് ചെന്നാൽ തിരുവനന്തപുരം വണ്ടി കിട്ടുമെന്ന് നോക്കാം, അതുകൊണ്ട് കോട്ടയത്തിന് പോയേക്കാന്ന് വിചാരിക്കും. ചിലപ്പോൾ കോട്ടയത്തിന് പോയിട്ട് അവിടുന്ന് പോകാമെന്ന് വിചാരിക്കും അല്ലേ, നമുക്ക് അരിശം വന്ന് കഴിയുമ്പോൾ. അപ്പോഴത്തേക്കും എന്താ, ഡെഡിക്കേറ്റഡ് പാത്തൊന്നുമില്ല, ഇവൻ ഇതിലേ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ലെസ് ബാൻഡ് വിഡ്ത്ത് ഈസ് വേസ്റ്റഡ്. ഇതിൽ ബാൻഡ് വിഡ്ത്ത് വേസ്റ്റേജ് കുറവാണ്. കാരണം ഒരു KSRTC ബസ് ഇവിടുന്ന് പോയിട്ടുണ്ട്, മിക്കവാറും അതിൽ 60 പേരെയും കയറ്റിക്കൊണ്ടായിരിക്കും പോകുന്നത്. ബാൻഡ് വിഡ്ത്ത് വേസ്റ്റേജ് കുറവാണ് ആണല്ലോ. ലെസ് ബാൻഡ് വിഡ്ത്ത് ഈസ് വേസ്റ്റഡ്. സ്വിച്ച് ഷുഡ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് പാക്കറ്റ്സ്. ഇതിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് നമ്മൾ വൈറ്റിലെ വണ്ടിയെ കയറിയാൽ കാര്യം ഫ്ലൈ ഓവറൊക്കെ ഇപ്പുറത്ത് പണിത് നല്ല വിശാലമായിട്ട് സുന്ദരനായിട്ട് കിടപ്പുണ്ടെങ്കിലും ബസ് എന്ത് ചെയ്യും, ബസ് നേരെ അതിൻ്റെ താഴെ കൂടെ പോയിട്ട് വൈറ്റിലെ ഹബ്ബിനകത്ത് കയറും. അവിടെ പോയിട്ട് നിങ്ങളെ ഇറക്കി വിടും. അവിടെ ഇരുന്ന് നമ്മൾ ആലോചിക്കണം, ഇനി എങ്ങോട്ട് പോകണം, കൊട്ടാരക്കരയ്ക്ക് പോകണോ, കോട്ടയം പോകണോ, ആലപ്പുഴ പോകണോ, ഏത് വണ്ടിയെ കയറണം എന്ന് ആലോചിക്കണം. അപ്പോൾ സ്വിച്ചിന് ഫംഗ്ഷൻ ഉണ്ട് ഈ കേസിൽ. സ്വിച്ച് ഷുഡ് സ്റ്റോർ ആൻഡ് ഫോർവേഡ് പാക്കറ്റ്. സ്റ്റോർ എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ പോയി കുറച്ച് നേരം ഈ ഡാറ്റ നിൽക്കും, അടുത്തത് ഇതിലെ വിടണമെന്ന് അവൻ ആലോചിക്കും. ഓക്കെ, അതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സർക്യൂട്ട് സ്വിച്ച് നെറ്റ്വർക്കും പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്കും രണ്ടിനും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് നമുക്ക് ചിലവ് കൂടുതലായിരിക്കും, ഫുൾ കപ്പാസിറ്റി യൂസ് ചെയ്യത്തില്ല, വേസ്റ്റേജ് വരും. ഇതിൽ നമുക്ക് ചിലവ് കുറവായിരിക്കും, പക്ഷേ ഫുൾ കപ്പാസിറ്റി യൂസ് ചെയ്യും, പക്ഷേ താമസം ഉണ്ടാവും. കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിലെ അങ്ങ് പോവുകയാണെങ്കിൽ ഇവൻ എപ്പോഴും അതിൽ തന്നെ അങ്ങ് പൊക്കോളും. ഇതിപ്പോൾ ഓരോ സ്വിച്ചിലും ചെല്ലുമ്പോൾ അടുത്തത് എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കണം. ആ സ്വിച്ച് വേറൊരാൾ അവിടെ നിന്നുള്ള റൂട്ട് വേറൊരാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വേറെ പാത്തിൽ കൂടെ പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. ഇതാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് കാണിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇയാൾക്ക് ഡാറ്റ ഇങ്ങോട്ട് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇങ്ങനെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, ഇവിടുന്ന് ഡാറ്റ അങ്ങ് പോയി. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇയാൾ എന്തെല്ലാം ഡാറ്റ അയച്ചു കൊടുക്കുന്നോ അതെല്ലാം ഇതിലെ കൂടെ മാത്രമേ പോകുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഈ കണക്ഷനിൽ ഡാറ്റ ഇയാൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ പാത്തിൽ ഡാറ്റ ഉണ്ടാവുള്ളൂ, അല്ലാത്തയിടത്ത് ചുമ്മാ ഇരിക്കുമായിരിക്കും. അതാണ് ഫുൾ കപ്പാസിറ്റി യൂസ് ചെയ്യില്ല എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിൽ ഇയാൾക്ക് ഇവിടുന്ന് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കണക്ഷനൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഇയാൾ ഈ സ്വിച്ചിലേക്ക് സെൻഡ് ചെയ്യും. ഈ സ്വിച്ചിന് വേണേൽ തീരുമാനിക്കുക ഇതിലെ വിടണോ എന്ന് തീരുമാനിക്കുക. ഇതിലെ വേണേലും വിടും. ഇപ്പോൾ ഈ പാത്ത് ഫുള്ളി ബിസി ആണെങ്കിൽ ഇവൻ ഇതിലെ വിടും. കുറച്ച് നേരം കഴിഞ്ഞ് അടുത്ത പാക്കറ്റ് പലതായിട്ട് ഡിവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അടുത്ത പാക്കറ്റ് വരുമ്പോൾ അത് ഇതിലെയാണ്, ഇവിടെ ബിസിയാണ്, ഇവിടെ ഫ്രീ ആണെങ്കിൽ അടുത്ത ഇതിലെ വിടും. അപ്പോൾ ആദ്യത്തെ പാക്കറ്റ് ഇതിലെയും രണ്ടാമത്തെ പാക്കറ്റ് ഈ റൂട്ടിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ ആരെത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ഗുണമുള്ള എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ബാൻഡ്വിഡ്ത്ത് ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒത്തിരി പേർക്ക് ഒന്നിച്ച് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ഇപ്പോൾ ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സ്വിച്ചുകൾ ഓൾറെഡി ഇവൻ ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്, അതിലൂടെ വേറെ ആർക്കും ട്രാൻസ്ഫർ നടത്താൻ പറ്റത്തില്ല.
പക്ഷേ ഈ കേസിൽ എന്താണ്, ഓരോ സ്ഥലത്തും ചെന്നിട്ട് അവൻ ആലോചിക്കും, അപ്പോൾ ഫ്രീ ഉള്ള പാത്തിൽ കൂടെ ഇവനെ കയറ്റി വിടും. അതാണ് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. ക്ലിയർ ആണോ?